ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഫിഷ് കൊണ്ട് ഒരു വെറൈറ്റി റെസിപ്പിയായ ഫ്രൈഡ് ഫിഷ് മസാല തയ്യാറാക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ആദ്യം ഫ്രൈക്ക് ആവശ്യമായ ഫിഷ് ഒന്ന് മസാല തേച്ച് വെക്കാം. അതിനായി ഞാൻ ഇവിടെ 500 ഗ്രാം ചൂര മീൻ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി ഇത്രയും ചേർത്ത് മീനിൽ നല്ലതായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ മീനിൽ മസാലയെല്ലാം നന്നായി തേച്ച് വന്നിട്ടുണ്ട്. ഇതിനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 1 സവോള സ്ലൈസായിട്ട് അരിഞ്ഞത്, 2 തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് നെടുകെ കീറിയത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി കുത്തി അരിഞ്ഞത്, 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത്. ഇനി തയ്യാറാക്കാനായി ഒരു പാത്രം വയ്ക്കാം. ഇതിലേക്ക് ഫ്രൈക്ക് ആവശ്യമായ കുറച്ച് എണ്ണ ചേർക്കാം. ചൂടായി വരുമ്പോൾ മസാല പുരട്ടിയ മീൻ ചേർത്ത് കൊടുക്കാം. മീൻ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1/4 വേവായാൽ മതി. ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മീൻ നന്നായിട്ട് കട്ടിയാകും. അപ്പോൾ മസാലയൊന്നും മീനിൽ പിടിക്കാതെ വരും. അതുകൊണ്ട് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ മീനിൻ്റെ 2 വശവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഇതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. എണ്ണ അധികമാണെങ്കിൽ കോരി മാറ്റിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, 1 തണ്ട് കറിവേപ്പില, സവോള, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ടൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും 1/4 കപ്പ് വിനാഗിരി കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. ഇവിടെ കുറച്ച് ഉപ്പ് കൂടി ആവശ്യമുണ്ട്. ഞാൻ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലേക്കാക്കി ഒരു 3 മിനിറ്റ് മൂടി വെച്ച് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കാം. 3 മിനിറ്റിന് ശേഷം മൂടി തുറക്കാം. ഇനി നമുക്ക് മസാലയും മീനും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചതുകൊണ്ട് മീൻ പൊടിഞ്ഞു പോകത്തില്ല. നന്നായിട്ട് മസാലയെല്ലാം ഒന്ന് പിടിച്ചു വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്ന പരുവമാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഫ്രൈഡ് ഫിഷ് മസാല തയ്യാറായി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ ഒപ്പമോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും കാണാം പുതിയൊരു റെസിപ്പിയുമായി. അതുവരെ ബായ്.